ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബംഗാളി ഡിഷാണ്, ദഹി ബേങ്കൻ. പേര് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കറിയാണ്. പക്ഷെ ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കറിയാണ്. ഇതിന് വേണ്ടത് ഒരു വഴുതനങ്ങയും അല്പം തൈരും ഉണ്ടെങ്കിൽ ഈ കറി നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. ഇതിനായിട്ട് നമ്മൾ വഴുതനങ്ങ കനം കുറഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞെടുക്കണം. നന്നായിട്ട് കഴുകിയ ശേഷം നമ്മൾ അതിനകത്തേക്ക് 1 സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, എന്നിട്ട് ഇവ ചേർത്ത് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം പിടിക്കാനായിട്ട് നമ്മളൊരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. അതെല്ലാം നന്നായിട്ട് പിടിച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു പാൻ എടുത്ത് ചൂടാക്കാൻ വെക്കും. അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ഈ വച്ചിരിക്കുന്ന ഓരോ കഷ്ണം വഴുതനങ്ങയും നമ്മൾ അതിനകത്തിട്ട് പയ്യെ ഒന്ന് തിരിച്ചും മറിച്ചു വിട്ടൊന്ന് വറുത്ത് കൊടുക്കണം. സുന്ദരിയെ പുഞ്ചിരിയെ കാശ് പത്തെടുക്കാൻ ATM-ൽ നിന്നളിയെ അങ്ങ് പൊത്തി വെച്ചേ പിന്നവള് മൊഞ്ചവള് കുഞ്ഞ് പൊട്ടുകുത്താൻ ഫോണെടുത്തേ പിന്നവള് സ്റ്റോപ്പ് ലൈറ്റ് നോക്കാതെ. നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ നമ്മളൊരു ബൗളിലേക്ക് മാറ്റണം. എന്നിട്ട് അതിലേക്ക് ഒരു 1.5 ഗ്ലാസ് നല്ല കട്ടിയുള്ള തൈര് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തത് കൊണ്ട് ഇനി ആവശ്യത്തിനുള്ളത് കൊണ്ട് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അത് കഴിഞ്ഞ് നമ്മൾ കറിവേപ്പില, മുളക്, കടുക്, പിന്നെ ഒരു സബോള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ കൊടുത്ത് നന്നായിട്ട് വഴറ്റി ഈ ചേർത്ത് വെച്ചിരിക്കുന്ന അരപ്പിലേക്ക് നമ്മൾ ചേർക്കണം. അതിലേക്ക് ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ബംഗാളി ഡിഷ് ഇവിടെ തയ്യാറായി. നല്ല ടേസ്റ്റുള്ള ദഹി ബേങ്കൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ദഹി ബേങ്കൻ. നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇതിന്റെ പേര് കേട്ടിട്ട് ചിരി വരുന്നുണ്ടെങ്കിലും സാധനം നല്ല അടിപൊളിയാട്ടോ.